രജീഷ്, ഇപ്പോൾ കൊച്ചിയിലെ അവസ്ഥ CITU നേതാക്കളെല്ലാം ബസ്സിന് മുന്നിൽ കസേരയിട്ടിരുന്ന് സമരം ചെയ്യുന്ന ഒരു സ്ഥിതിയിലോട്ട് കൂടി വന്നല്ലോ. ബസ് എടുക്കാതിരിക്കാനായി. കാരണം BMSന്റെ തൊഴിലാളികൾ അവിടേക്ക് എത്തിയിരുന്നു. തങ്ങൾ ഇന്ന് പോലീസ് തങ്ങൾക്ക് സുരക്ഷ നൽകുകയാണെങ്കിൽ സർവീസ് നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് തടയുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലും തുടരുകയാണ്. ദേവിക, ഈ സുരക്ഷ നൽകാൻ തയ്യാറാണ് എന്ന് ഗതാഗത മന്ത്രിയും KSRTC എല്ലാം തന്നെ ഉറപ്പ് നൽകിയെങ്കിലും അവർക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ്. അതുതന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി തന്നെ വ്യക്തമാവുന്നത്. കാരണം രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന 5 മണിക്ക് കോഴിക്കോടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന KSRTC ലോ ഫ്ലോർ AC ബസ്സാണ് ഈ നിലയിൽ CITU യൂണിയൻ ഇപ്പോൾ തടഞ്ഞിട്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ സമരവുമായി തങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകും, സർവീസുകൾ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെ ശക്തമായി തന്നെ തുടരും എന്ന കാര്യമാണ്. ഇതോടൊപ്പം തന്നെ 2 ലോ ഫ്ലോർ ബസ്സുകളാണ് ഇപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായി തടഞ്ഞിട്ടിരിക്കുന്നത്. രണ്ടും കോഴിക്കോടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ബസ്സാണ്. ഈ 2 ബസ്സുകളും സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവർ ഉന്നത ഉദ്യോഗസ്ഥരോടുമായി അടക്കം ഇക്കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. തങ്ങൾ സർവീസ് നടത്താൻ തയ്യാറായി വന്ന ആളുകളാണ് എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഈ ഒരു സർവീസ് നടത്താനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ തയ്യാറായിട്ടില്ല. നേരത്തെ അവർ നമ്മളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടത്തേക്ക് പ്രത്യേകിച്ച് എയർപോർട്ടിലൊക്കെ ആളുകൾ നമുക്ക് ബുക്ക് ചെയ്തിട്ട് അല്ലേ നിന്നിരുന്നത്. അവിടുന്ന് റിസർവേഷൻ ഉണ്ടായിരുന്നു. 5 പേരോളം റിസർവേഷൻ ഉണ്ട്. 4 പേര് അവിടുന്ന് റിസർവ് ചെയ്തിട്ടുണ്ട്. അവരുടെ യാത്ര മുടങ്ങിയതാണ്. ഇപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു. അപ്പം ഇവിടെ തടഞ്ഞിരിക്കുകയാണ്, പോലീസ് പ്രൊട്ടക്ഷൻ തന്നിട്ടില്ല, ഇവിടെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അതെ അതെ അതെ, സ്ഥിര യാത്രക്കാരുള്ള ഒരു വണ്ടിയാണത്. കാരണം AC ബസ് ഈ സമയത്ത് ഇവിടുന്ന് ഓരോ മണിക്കൂർ ഇടപെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് യാത്രക്കാരുള്ള വണ്ടിയാണത്. അവരൊക്കെ അങ്കമാലിയിൽ നിന്നുണ്ട്, ചാലക്കുടിയിൽ നിന്നുണ്ട്, തൃശ്ശൂരിൽ നിന്നുണ്ട്. ആ യാത്രയൊക്കെ മുടങ്ങി. അത് റിസർവ് ചെയ്ത 4 പേര് നെടുമ്പാശ്ശേരിയിൽ നിന്ന് മാത്രമുണ്ട്. ആ ആളുകളെ യാത്ര മുടങ്ങി. എയർപോർട്ടിൽ നിന്ന് പോകാനുള്ള ഇപ്പോഴും നമ്മളോടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ മന്ത്രി തന്നെ ഉറപ്പ് നൽകി ഞങ്ങൾ എല്ലാ സർവീസ് നടത്താൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകും എന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇക്കാര്യം എന്തുകൊണ്ടാണ് താഴെക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ അതനുസരിക്കാത്തത്? അത് അവർ സമരത്തിന് അനുകൂലിക്കുന്ന ആളുകളായതുകൊണ്ട്, ആ സംഘടനേൻ്റെ ആളുകളായതുകൊണ്ടാണ്. അല്ലാതെ നിർദ്ദേശം ഇന്ന് സർവീസ് നടത്താനാണ് മന്ത്രിയും പറഞ്ഞതായിട്ടുള്ള അറിവ്. അങ്ങനെയാണ് സർവീസ് നടത്താൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഉദ്യോഗസ്ഥർ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുന്നില്ല. അതുകൊണ്ടാണ് സർവീസ് അയക്കാൻ പ്രശ്നം. കാരണം ഞങ്ങളെ വിളിച്ചിട്ടാണ് ഇപ്പം പോലീസ് ഇവിടെ വന്നത്. അവർ വിളിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ഇവർ തടയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷനിൽ പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ ടൈമൊക്കെ വെച്ച് തന്നു. പക്ഷേ ഇവിടെ തടഞ്ഞു, പിന്നൊന്നും ചെയ്തില്ല. പോലീസ് വന്നു, പോലീസായിട്ട് ഇവർ സംസാരിച്ചു. പക്ഷേ പോലീസും അനുകൂലമല്ല ശരിക്കും. അനുകൂലമല്ല. അല്ല. ദേവിക, അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞത് സുരക്ഷ നൽകേണ്ട പോലീസ് ഉൾപ്പെടെ ഈ ഒരു സുരക്ഷ നൽകാൻ അവർ തയ്യാറായിട്ടില്ല എന്ന കാര്യം തന്നെയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ സമരം ജനജീവിതം ദുസ്സഹമാവുകയാണ്. റിസർവ് ചെയ്ത യാത്രക്കാർ വരെ ഉണ്ടായിരുന്നു അതിനുള്ളിൽ. പക്ഷേ അവരുടെ യാത്ര മുടങ്ങി എന്നാണ് ഇപ്പോൾ BMS തൊഴിലാളികൾ അവിടെ സംസാരിച്ചിട്ടുള്ളത്.